ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ കുറേ ആയി ലോങ് വീഡിയോസൊക്കെ ചെയ്യുന്നത് കുറച്ച് പരിമിതികൾ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു പച്ചക്കറി നട്ടിട്ട് അതിൽ നിന്ന് വിളവ് കിട്ടുന്ന സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒത്തിരി ഒന്നും കെയർ ചെയ്യുന്നില്ല, അത്യാവശ്യം കുറച്ച് വളങ്ങളും ഒക്കെ ഇട്ടിട്ടാണ് നമ്മുടെ ഇവിടുത്തെ പച്ചക്കറികളൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്, കീടനാശിനികളൊന്നും ഇല്ലാണ്ട്. നമ്മുടെ ആവശ്യത്തിന് തക്കാളി കിട്ടുന്ന കുറച്ച് തൈകൾ നമ്മൾ വെച്ചിട്ടുണ്ട്. മുന്നേ നമ്മൾ വീഡിയോയിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തക്കാളിയൊക്കെ കുറച്ചീശെ വന്ന് തുടങ്ങി. കുറച്ചൊക്കെ 2-3 കേട് വന്ന് പോയിട്ടുണ്ട്. ഈ മഴ എപ്പോഴും ഉള്ളത് കൊണ്ടാണോ എന്നറിയത്തില്ല, പക്ഷേ അത്യാവശ്യം വെയിലൊക്കെ ഉള്ളത് കൊണ്ട് ചെടികൾക്കൊക്കെ നല്ല ഉന്മേഷത്തിൽ നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പോൾ അത് കാണിക്കാനാണ് കേട്ടോ വന്നേ. ഇത് കണ്ടോ, നമ്മുടെ അടുക്കളത്തോട്ടമാണ് കേട്ടോ. കണ്ടോ, നമുക്ക് അച്ഛന് ഈ മണ്ണൊക്കെ ഒരുക്കി തന്നത് അച്ഛനാണ്, ചെടി നട്ടതൊക്കെ അച്ഛനാണ് കേട്ടോ. എങ്കിലും നമ്മളും കൂടെ ചേർന്നു. അപ്പോൾ അങ്ങനെ ഒരു വിളവൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കണ്ടോ, തക്കാളി ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത് കാണുന്നുണ്ടോ? ഇത് ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. എല്ലാതും ആയി വരുന്നേ ഉള്ളൂ. അതിൻ്റെ ഇടയിൽ 2-3 ദിവസം മഴ വന്നതുകൊണ്ട് ചെറുതായിട്ടൊരു കേടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതാ തക്കാളി. ഇത് കണ്ടോ, ഇതിൽ 5 എണ്ണമൊക്കെ ഉണ്ട്. ഇതിൽ 5 തക്കാളി ഉണ്ട്. ഇതിൽ പക്ഷെ ഒന്നുള്ളൂ കേട്ടോ. ഇനി ഇതിൽ ഓരോന്ന് പോലെ, ചിലതിൽ 3, 2 ഒക്കെ ഉണ്ടാവും. കണ്ടോ, ഇവിടെയൊക്കെ ഉണ്ട് തക്കാളി. ഇത് നമുക്ക് കുടുംബശ്രീയുടെ വഴി അവരുടെ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും ഇതേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ചെറിയൊരു എമൗണ്ടിന് കേട്ടോ. 3 രൂപ 5 രൂപയാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു തൈയിന്. അങ്ങനെ നമ്മൾ വാങ്ങി വെച്ചതാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ ഉണ്ട്. അപ്പോൾ ഇത് മഴയൊക്കെ വന്നപ്പോൾ അതിങ്ങനെ താങ്ങൊക്കെ നമ്മളിങ്ങനെ കയർ വെച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മഴ വന്നപ്പോൾ അതൊന്ന് ചാഞ്ഞു പോയി, എങ്കിലും നന്നായി പൂത്തിട്ടുണ്ട്. ഇവിടെ ഒരാൾ നമ്മളൊരു താങ്ങൊന്നും കൊടുക്കാതെ തന്നെ നിൽക്കുന്ന കണ്ടോ, അതിൽ കണ്ടോ പൂവിട്ടിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ചെണ്ടുമല്ലി മുന്നേ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബൊക്കാഷി ബക്കറ്റിൽ വളം കൊടുത്തിട്ട് നല്ല ഊർജ്ജസ്വലരായിട്ട് വന്നിട്ട് കാണിച്ചില്ലേ, ആ ചെടിയാണ് കേട്ടോ ചെണ്ടുമല്ലി. ഇത് കണ്ടോ, മുട്ടിട്ടു. വേണ്ട ഇതിലൊക്കെ ഓണാകുമ്പോഴേക്കും നമുക്ക് അത്തപ്പൂക്കളൊക്കെ ഇടണ്ടേ. അപ്പോൾ അതിന് പൂക്കൾ ഇതിൽ നിന്ന് കുറച്ചൊക്കെ കിട്ടും കേട്ടോ, മൊത്തം എല്ലാ ദിവസത്തിനൊന്നും പറ്റില്ല. ഇത് കണ്ടോ, മുളക് തൈ, വെണ്ടയുടെ തൈയാണ്. ഇത് വഴുതന, ഇത് പിന്നെയും ചെണ്ടുമല്ലി കേട്ടോ. അപ്പോൾ ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. നമ്മളിപ്പോൾ വീഡിയോസ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് ചാനൽ മുന്നോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ. എപ്പോഴും സപ്പോർട്ട് ചെയ്യണം, എപ്പോഴും ഒരു കമൻറ്റൊക്കെ ചെയ്ത് നമുക്കൊരു ഉഷാറുണ്ടാവും കേട്ടോ. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ വഴുതനയാണ്. ഏത് ടൈപ്പാണെന്ന് അറിയത്തില്ല, അത് കായ്ച്ചാൽ അറിയത്തുള്ളൂ. ഇവിടെ ചെണ്ടുമല്ലി മുട്ട ഇങ്ങനെ ഇട്ടിട്ട് വരുന്നുണ്ട് കണ്ടോ. ചെണ്ടുമല്ലി ആയിരിക്കും, പക്ഷെ 2 കളർ, മഞ്ഞയും ഓറഞ്ച് കളറും ഉണ്ടായിരുന്നു. പക്ഷെ ഏതാണ് ഈ ചെടി ഏതാണെന്നും അറിയത്തില്ല, നമുക്ക് വലുതായാലും അറിയുള്ളൂ. നമ്മുടെ തെങ്ങ് കണ്ടോ, അതിൻ്റെ ഒരു പോലെ കാറ്റ് വന്നിട്ടാണോ അതാ മത്തനിങ്ങനെ പടർന്നിക്കുന്നുണ്ട്. മത്തന കുമ്പളങ്ങ ഒക്കെ ഉണ്ട്. അപ്പോൾ പടർന്ന് അതിൻ്റെ മുകളിൽ കയറിയേക്കുന്ന എങ്ങാണ്ട. ഇത് നമ്മൾ മുന്നേ കാണിച്ചായിരുന്നു, നമ്മുടെ അച്ഛൻ്റെ കപ്പത്തോട്ടം. എന്താ, ഇവിടെയാണ് അച്ഛൻ രാവിലെ വേറെ പരിപാടികളൊന്നും ഇല്ലെങ്കിൽ കൈക്കോട്ടും എടുത്തിട്ട് ഇറങ്ങി കളയ്ക്കൽ തന്നെയായിരിക്കും പണി. പുല്ല് വെട്ടൽ, കളയ്ക്കൽ. കർഷകർക്ക് അങ്ങനെയാണ് അല്ലേ, നമ്മൾ എന്തെങ്കിലും പണി ചെയ്യാതിരിക്കാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത്, അരി കിട്ടുന്നത് അല്ലേ. അവർ അങ്ങനെ ഉഷാറില്ലാണ്ടിരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. കൃഷിയെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവില്ലേ, അവർക്കൊക്കെ
ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇനിയൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്.